ഇന്നത്തെ വിഷയം മീരയാണ്. ആരാണ് മീര, എങ്ങനെയാണ് മീര, എവിടെന്നാണ് മീര, എന്തിനാണ് മീര? ശരിക്കും മീരക്ക് മീര ജാസ്മിനുമായി വല്ല ബന്ധമുണ്ടോ? ഞാൻ ഇന്നുള്ളത് ലക്ഷദ്വീപിന്റെ കവാടം എന്നറിയപ്പെടുന്ന അതിസുന്ദരമായ അഗത്തിയിലാണ്. 5 ദ്വീപുകളാൽ ചുറ്റപ്പെട്ട വളരെ കൊച്ചു ദ്വീപാണ് അഗത്തി. വെറും ഏകദേശം 8 കിലോമീറ്ററോളം നീളവും 1 കിലോമീറ്ററോളം വീതിയുള്ള ഈ ഒരു ദ്വീപിലെ വിവിധ ഇനം പവിയ പുറ്റുകളും മത്സ്യങ്ങളും കണ്ണിന് കുളിർമയേകുന്നതാണ്. മാത്രമല്ല ആകെ എയർപോർട്ടുള്ള ഒരേ ഒരു ദ്വീപും അഗത്തിയാണ്. ഈ മീര എന്ന് പറയുന്ന സാധനം തെങ്ങിന്റെ കൊലയെന്ന് ചെത്തിയെടുക്കണ നീരാണ്. ഞാൻ ഇത്രയും കാലം കള്ളാണെന്നാ കരുതിയത്, പക്ഷെ 48 മണിക്കൂർ കഴിഞ്ഞത് കള്ളാവുന്നാണ് പറഞ്ഞത്. മണ്ണടിക്കണ്ടിട്ടാ പ്രത്യേക ടേസ്റ്റ്, എങ്ങനെ പറയാൻ കഴിയില്ല. മധുരമുണ്ട്, പുളിയുണ്ട്, ഒരു ചെറിയ സുർക്കന്റെ ഫ്ലേവറും ഉണ്ട്. ഈ മീര ഏകദേശം 40 ദിവസത്തോളം പുളിപ്പിച്ചെടുത്തിട്ടാണ് സുർക്ക ഉണ്ടാക്കുന്നത്. മാത്രമല്ല ഇത് മണിക്കൂറുകളോളം ചൂടാക്കി കാണുന്ന രീതിയിൽ കൊയമ്പാക്കി എടുത്തിട്ടാണ് ദ്വീപിലെ ചക്കര ഉണ്ടാക്കുന്നത്. എന്റെ പൊന്നു മക്കളെ, രണ്ടും കിളി പാറുന്ന ഐറ്റംസ് ആണ്. കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ദ്വീപിൽ പോവാച്ചാൽ മസ്റ്റ് ട്രൈ.